10,000 രൂപ എന്തെങ്കിലും കാളാഞ്ചിയുടെ പൈസ എന്തേരോട്ടാ. 10,000 രൂപ പ്രൈസ് വെച്ചിട്ട് നമ്മളൊരു മത്സരം വെക്കാൻ പോകണ്ട. അതായത് ഏറ്റവും വലിയ കാളാഞ്ചിനെ ആര് പിടിച്ചിട്ട് വരുന്നോ അവന് 10,000 രൂപ. നിങ്ങൾക്ക് ചൂണ്ടയില വലയില എങ്ങനെ വേണമെങ്കിലും പിടിക്കാം. 10 കിലോയ്ക്ക് മേലെ മിനിമം തൂക്കം വേണം. പിന്നെ മെയിൻ ആയിട്ടുള്ള വേറെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ മീനെ കൊണ്ടുവരുന്ന സമയത്ത് സാധനം ഫ്രഷ് ആയിരിക്കണം കേട്ടോ. 10 കിലോ എന്ന് പറയുമ്പോൾ ഇതിനിപ്പോൾ ഏകദേശം ഒരു 8 കിലോ അടുത്ത് തൂക്കം വരുന്നുള്ളൂ. ഇതിന് കറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 700-ന്റെ കാളാഞ്ചിയാണ്. ഇപ്പോൾ 10 കിലോ കാളാഞ്ചിയുടെ സൈസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ പിടിക്കണവൻ എന്തായാലും കേമം തന്നെ ആയിരിക്കുള്ളൂ ഉറപ്പായിട്ടും. അപ്പോൾ നമ്മുടെ ഫൈനൽ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ 30 ആയിരിക്കും. അപ്പോൾ ഏപ്രിൽ 30-നകം ആരാണോ ഏറ്റവും വലിയ കാളാഞ്ചി പിടിച്ചിട്ട് വരുന്നത് ആൾക്ക് 10,000 രൂപ നമ്മൾ പ്രൈസ് ആയിട്ട് കൊടുക്കട്ടെ. പിന്നെ ഇതൊരു മത്സരമായതുകൊണ്ട് തന്നെ നിങ്ങൾ എങ്ങനെയാണ് ആ കാളാഞ്ചി പിടിച്ചത്, അല്ലെങ്കിൽ ആ കാളാഞ്ചി ജീവനോടെ തന്നെ കരയിലേക്ക് പിടിച്ച് കയറ്റുന്ന ഒരു വീഡിയോ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. അതായത് വളർത്തുന്ന കാളാഞ്ചിയുമായിരിക്കരുത്, മാർക്കറ്റുകളിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് വരുന്ന കാളാഞ്ചിയുമായിരിക്കരുത്. അപ്പോൾ ഒരു മാസത്തിൽ കൂടുതൽ ഞാൻ നിങ്ങൾക്ക് സമയം തന്നൊക്കെയാണ്. പിന്നെ യാതൊരു ഡൗട്ടും വേണ്ട, നിങ്ങൾ കൊണ്ടുവരുന്ന കാളാഞ്ചിക്ക് പ്രൈസ് മണി അല്ലാതെ ആ ഒരു സമയത്ത് മാർക്കറ്റിലെ വില വിട്ട്, അതായത് പ്രൈസ് അടിച്ചാലും ഇല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്ന മീൻ എന്തായാലും നല്ല വില കിട്ടും. അപ്പോൾ പ്രൈസ് അടിക്കാൻ പോകുന്ന കാളാഞ്ചിയുടെ തൂക്കം എത്രയായിരിക്കും ഗസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ താഴെ അതൊന്ന് കമന്റ് ചെയ്തിട്ടോട്ടെ. നമ്മുടെ കടയിൽ 20-25 കിലോത്തിന്റെ കാളാഞ്ചി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തവണ ഏറ്റവും വലിയ കാളാഞ്ചി എത്ര കിലോത്തിന്റെ ആയിരിക്കും നോക്കട്ടെ.